പൊതുവഴിയിലെ മാലിന്യം നിക്ഷേപവും ഗുണ്ടായിസവും നിയമപരമായി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നമ്മുടെ നാട്ടിലെ പൊതുവഴികളും ചില വ്യക്തികളുടെ സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി മലിനമാക്കപ്പെടുകയാണ്. മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്താൽ ഗുണ്ടായിസവും വധഭീഷണിയും മുഴക്കുന്ന ഒരു സാഹചര്യം. പേടിച്ച് നിശബ്ദരാകുകയാണോ? അതോ ഇതിനെ നേരിടണോ? സാധാരണക്കാരായ നമുക്ക് മുന്നിലുള്ള നിയമവഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ സമീപിക്കേണ്ടത് പഞ്ചായത്ത് മെമ്പറെയാണ്. എന്നാൽ അവിടെ നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. പഞ്ചായത്തിന്റെ ഭരണപരമായ അധികാരം സെക്രട്ടറിക്കാണ്. രേഖാമൂലം പരാതി നൽകി അക്നോളജ്മെന്റ് രസീത് വാങ്ങിവെക്കുക. പകർച്ചവ്യാധി ഭീഷണി ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി നൽകാം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ബിസിനസ് അവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്ത് തള്ളുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നടപടിയെടുക്കുവാൻ അവർക്ക് സാധിക്കൂ. ഇവിടെ പല ചോദ്യങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും പരാതി നൽകിയാൽ മാത്രമേ അധികാരികൾക്ക് നടപടിയെടുക്കുവാൻ കഴിയൂ എന്നത്. എന്നാൽ അങ്ങനെയല്ല. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരു പൊതുസ്ഥലം മലിനമാണെന്ന് കണ്ടാൽ ആരുടെയും പരാതിക്കായി കാത്തു നിൽക്കാതെ തന്നെ സ്വമേധയ നോട്ടീസ് നൽകുവാനും നിശ്ചിത സമയത്തിനുള്ളിൽ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ അത് പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്ത് അതിൻ്റെ ചിലവും മലിനീകരണം നടത്തിയ വ്യക്തിയിൽ നിന്നും ഈടാക്കുവാനും നിയമം അനുശാസിക്കുന്നു. അതുകൊണ്ട് ആരും പരാതിപ്പെടാനില്ല എന്ന കാരണത്താൽ നിയമലംഘകർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കാര്യം നാം ഓർക്കണം.